ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ 3ാമത്തെ ക്ലാസ്സിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് 7ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ പേര് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ തുടക്കത്തിൽ തന്നെ ചെറിയൊരു ഡയറി കുറിപ്പ് പോലുള്ളൊരു സംഭവം തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. AD 1612 മുതൽ 16 വരെയുള്ള കാലഘട്ടം. സൂറത്തിലെ ഒരു ദിവസം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് 100 കണക്കിന് ആൾക്കാർ. പരേതൻ്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പം ഉണ്ട്. വിവാഹ മണ്ഡപത്തിലേക്കെന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. ശവശരീരം ചിതയിൽ വെച്ച് 3 വട്ടം വല വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ശിരസിൽ മടിവെച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോകുകയാണ്. അതാണ് വിശ്വാസം. ഉണങ്ങിയ വിറകുകൊള്ളികളും നെയ്യും എണ്ണയും അവൾക്ക് ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്ക് മേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലെരിഞ്ഞു. അവലംബം വില്യം ഹോസ്റ്റർ, CIE ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619. അപ്പോൾ സതി എന്ന ആചാരത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു ചിത്രവും നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സോ അത് ഏതൊക്കെയാണെന്ന് പറയാൻ പോവാണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചത്. ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അവയിൽ പെട്ടതാണ് ശൈശവ വിവാഹം, വിധവ വിവാഹ നിഷേധം, നരബലി, പെൺ ശിശുഹത്യ, അടിമത്വം, തൊട്ടുകൂടായ്മ, ജാതി വിവേചനം, അതേപോലെ സ്ത്രീകളോടുള്ള അവഗണന. അങ്ങനെ ഒരുപാട് ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധവുമാണ് ഇതിന് പ്രേരകമായത്. അപ്പോൾ നിരവധി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നിലവിൽ വരാൻ പ്രേരണയായ പ്രധാന 2 ഘടകങ്ങൾ യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമാണ്. അത് പഠിച്ചേക്കുക. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നിവ ഇതിൻ്റെ പൊതു സ്വഭാവങ്ങളായിരുന്നു. അപ്പോൾ അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ് ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും എതിർപ്പുണ്ടാകും. പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ സംസാരിക്കുന്നവരായിരിക്കും ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ദെൻ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം ഉണ്ടാവും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർക്കുകയും ചെയ്യും. ഇത് ഇത്രയുമാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പൊതുബോധം. ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ പ്രസ്താവനകളായിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അവരുടെ നേതാക്കളെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് രാജാറാം മോഹൻ റോയ്. എന്താണ് രാജാറാം മോഹൻ റോയിയുടെ പ്രത്യേകത? പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻറ്റിക് പ്രഭു സതി നിരോധിച്ചു. അദ്ദേഹമാണ് സതി നിരോധിക്കുന്നത്. അപ്പോൾ സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ആര് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചേക്കുക. വില്യം ബെൻറ്റിക് പ്രഭുവാണ്. ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ ഇത്തരം ഒരു നിരോധനത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ കാരണക്കാരായ
വ്യക്തികളിൽ ഒരാൾ രാജാറാം മോഹൻ റോയിയാണ്. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. അപ്പോൾ രാജാറാം മോഹൻ റോയി രൂപം നൽകിയ സംഘടനയുടെ അല്ലെങ്കിൽ സമാജത്തിൻ്റെ പേരാണ് ബ്രഹ്മസമാജം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണ്, അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന ആശയക്കാരനായിരുന്നു അദ്ദേഹം. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. അപ്പോൾ മതങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്, പിന്നെ ആളുകളുടെ ഇടയിൽ വ്യത്യാസം വരാനുള്ള കാരണം ഈ ഒരു ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥ എന്നുള്ളത് ഒരിക്കലും ഒരു മതം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയല്ല, അത് മനുഷ്യരുണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയി അറിയപ്പെടുന്നത്. ഒരുപാട് തവണ ചോദിച്ചതാണ്, നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു ഫാക്റ്റ് ആയിരിക്കും. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പിക്ചേഴ്സ്, ഓരോ നവോത്ഥാന നായകരുടെയും പിക്ചേഴ്സ് അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ജാതി വ്യവസ്ഥ, വിഗ്രഹാരാധന ഇവ രണ്ടിനെയും പ്രധാനമായിട്ടും എതിർത്ത ഒരാളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം രൂപീകരിച്ച സമാജമാണ് ആര്യസമാജം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയും, ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുമാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വേദങ്ങളിലേക്ക് മടങ്ങുക, PSC ചോദിച്ചതാണ് കേട്ടോ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആശയം പ്രചരിപ്പിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ദെൻ ജ്യോതിറാവു ഫൂലെ. ഇതൊക്കെ എപ്പോഴും പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ ആളുകളുടെയും പ്രധാന പ്രവർത്തന മേഖല പറയുന്നുണ്ട്, അത് അടിവരയിട്ട് പഠിച്ചോളണം. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. അപ്പോൾ കുട്ടികൾക്ക് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് ജ്യോതിറാവു ഫൂലെ വാദിച്ചിട്ടുണ്ട്. അതേപോലെ അധസ്ഥിത വിഭാഗത്തിൻ്റെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അപ്പോൾ ജ്യോതിറാവു ഫൂലെയുടെ സംഘടനയാണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് SCRT ഫാക്റ്റ് ആണ്, മറന്നു പോകരുത്. അടുത്തത് പണ്ഡിത രമാബായി ആണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, PSC ഒരുപാട് തവണ ചോദിച്ചതാണ്, ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച രമാബായി. അപ്പോൾ ആര്യ മഹിളാ സഭ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി. ഇപ്പം എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയാണ് അവർ പോരാടിയത്. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രയത്നിച്ചു. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രയത്നിച്ചു. ഇതൊന്നും ഒരു സെൻറ്റൻസ് പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ, അതൊരു ഫാക്റ്റാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രചാരം നൽകിയ നവോത്ഥാന നായകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാല, അല്ലെ, ഇന്നും നിലനിൽക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു:
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പോൾ മുസ്ലിം ഹിന്ദു ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്ന, അതിനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൂടി ഓർത്തു വെക്കുക, ഈ ഒരു കോട്ട് കൂടി ഓർത്തു വെക്കുക. ഇനി സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ജാതി വ്യവസ്ഥയെ അദ്ദേഹം എതിർത്തു, സ്ത്രീ വിദ്യാഭ്യാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം, അപ്പോൾ വിശ്വസാഹോദര്യം, ലോകം മുഴുവനും ഉള്ള ആളുകൾ സഹോദരന്മാരാണ്. അതാണ് വിശ്വസാഹോദര്യം എന്ന കോൺസെപ്റ്റ്. വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. പഠിക്കുക കേട്ടോ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസനാണ്. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന രാമകൃഷ്ണ മിഷൻ. അപ്പോൾ രാമകൃഷ്ണ മിഷൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിലുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉയർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അതും നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഓക്കെ അല്ലേ? ഇപ്പോൾ പ്രധാനപ്പെട്ട നവോത്ഥാന നായകർ, അവരുടെ പ്രസ്ഥാനം, പ്രധാന പ്രവർത്തനങ്ങൾ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം പട്ടിക തന്നിരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ നമ്മൾ പഠിച്ച നവോത്ഥാന നായകർ, അവരുടെ പ്രസ്ഥാനം, അവരുടെ പ്രവർത്തന മേഖല, ഇതെല്ലാം ഞാൻ അടിവരയിട്ട് ഓരോ ഭാഗത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോട്ട് ചെയ്ത് പഠിക്കുക. മാറുന്ന ജനത. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നിലവിൽ വരുമ്പോൾ ആളുകൾ മാറി ചിന്തിക്കും അല്ലേ? ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയുടെ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചു. അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പങ്കിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ജനങ്ങളുടെ ഇടയിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിക്കാൻ ആർക്ക് കഴിഞ്ഞു? സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. ദേശീയ ബോധം വളരുന്നു. നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഗതികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റായിട്ട് പറയുകയാണ്. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിൽ കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഒരു ഭരണ ഏകീകരണ സ്വഭാവം കൊണ്ടുവന്നു. ദെൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? കർഷകരും നെയ്ത്ത് തൊഴിലാളികളും നിലം കൃഷിക്കാരും ജമീന്ദാർമാരും അല്ലെ, ഭൂ ഉടമകളും എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു തുടങ്ങി. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. പണ്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഗതാഗത സംവിധാനങ്ങളിലൂടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം വർദ്ധിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു.
ഇപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ശ്രമിച്ച സമയത്ത് ജനങ്ങൾക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർ നമ്മുടെ പൊതുശത്രുവാണ്, നാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണെന്നൊക്കെ ഇന്ത്യക്കാർക്ക് മനസ്സിലായി. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പോയിന്റുകളിൽ ഈ അവസാനത്തെ ഒരു പോയിന്റും അതുപോലെ രണ്ടാമത്തെ പോയിന്റും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കയറുന്നതാണ്. 1ഉം 3ഉം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ബ്രിട്ടീഷുകാരിവിടെ ഒരു ഏകീകൃത ഭരണരീതി കൊണ്ടുവന്നു. ദെൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ച, ഇത് ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഈ പോയിന്റുകൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റാണ്. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്ന ബോധം ഉളവാക്കാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സഹായകമായി. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത. അപ്പോൾ എന്താണ് ഇന്ത്യൻ ദേശീയത? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമ്മുടെ ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാറ്റിലുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ, അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിലുള്ള ജനമാണ് ഭാരതമാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിങ്ങി ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചതെന്നതുപോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് നാം ഓരോ ആളുകളും കൂടിച്ചേർന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. അപ്പോൾ ദേശീയബോധം വളർന്നതാണ് ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടിയത്. ഇത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. അപ്പോൾ ദേശീയബോധമാണ് നമ്മുടെ ഇന്ത്യക്കാരെ ഏകോപിപ്പിച്ചത്. ഇനി ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച സാഹിത്യകാരന്മാരുടെ പേര് ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്, പഠിക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, അല്ലാമ ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ആദ്യത്തെ 3 എണ്ണവും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ലാസ്റ്റ് പറഞ്ഞ 2 എണ്ണം നോട്ട് ചെയ്ത് പഠിക്കുക. ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. പല പ്രാദേശിക സംഘടനകളും രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പുനർ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയ പല സംഘടനകൾ പ്രാദേശിക തലത്തിൽ നിലവിൽ വന്നു. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടത് ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം. 1885 ഡിസംബർ 28. ഇതെല്ലാം പഠിക്കുന്ന ആളുകൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വർഷവും ഡേറ്റും ആയിരിക്കും. ആദ്യമായിട്ട് പഠിക്കുന്നവർ നിർബന്ധമായിട്ടും പഠിക്കുക. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി. അപ്പോൾ നമ്മുടെ INC രൂപീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ഥലവും ഡേറ്റും പഠിക്കുക. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന 72 പേർ ഒത്തുകൂടിയിരിക്കുന്നു. എത്ര പേരാണ്? 72 പേർ. ഈ അടിവരയിടുന്നതെല്ലാം മുൻവർഷ ചോദ്യമാണ്. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു.
അപ്പോൾ അധ്യക്ഷനാരായിരുന്നു WC ബാനർജി. ആദ്യത്തെ ആ ഒരു സമ്മേളനത്തിൽ, ആ ഒരു യോഗത്തിൽ, സമ്മേളനം എന്ന് പറയാൻ കഴിയില്ല, ആ യോഗത്തിലെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ യോഗം വിളിച്ചു കൂട്ടാൻ മുൻകൈയെടുത്തത് ഒരു മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അലൻ ഒക്ടോവിയസ് ഹ്യൂം അഥവാ A.O. ഹ്യൂം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ അധ്യക്ഷനായിരുന്ന WC ബാനർജി പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഈ കോളത്തിൽ തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം കുറച്ചുകൂടി ഡെവലപ്ഡ് ആക്കണം, ഇന്ത്യക്കാരെയും കൂടി ആ ഭരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത 72 പേരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക. അപ്പോൾ ദേശീയ ബോധം വളർത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. അപ്പോൾ ഒന്നാമത് സൗഹൃദബോധം, രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം. രണ്ടാമത്തത് ദേശീയബോധം. ദെൻ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത് മൂന്നുമായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളിൽ പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവരാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ദേശീയ പ്രസ്ഥാനം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദേശീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ഏതൊരു സംഘടിത പ്രക്ഷോഭത്തെക്കുറിച്ചും നമ്മൾ ദേശീയ പ്രസ്ഥാനം, നാഷണൽ മൂവ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. പഠിക്കുക. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. മിതവാദ ദേശീയത, തീവ്ര ദേശീയത, ഗാന്ധിയൻ കാലഘട്ടം. 1885 മുതൽ അഥവാ INCയുടെ രൂപീകരണം മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. 1885 മുതൽ 1905 വരെ മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർ മിതവാദികളാണ്. അവർ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. കുറച്ച് ഒരു സോഫ്റ്റായിട്ട്, ഒരു മൃദു സ്വഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ഈ മിതവാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാല നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അവരുടെ പ്രത്യേകതയാണ് കേട്ടോ, പഠിച്ചു വെക്കണം. അവരിൽ പ്രമുഖരായിരുന്നു ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. അപ്പം മിതവാദികളിൽ പ്രധാനികളാണ് ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അപ്പം മിതവാദികളുടെ രീതി, എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അത് പരാതികളിലൂടെ, പ്രമേയങ്ങളിലൂടെ, പ്രതിഷേധങ്ങളിലൂടെയൊക്കെയാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല അല്ലേ. അവരെന്തായാലും അത്തരം സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ബ്രിട്ടീഷുകാർ പരിഗണിക്കാറില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ അടിത്തറ പാകിയത്. ഇന്ത്യൻ
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ അടിത്തറ നൽകിയത്? ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. അപ്പോൾ ഇവർ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ആശയപരമായിട്ടുള്ള ഒരു അടിത്തറ കിട്ടിയത്. ചോർച്ചാ സിദ്ധാന്തം, ഇവിടെ ഒരു കോളത്തിൽ ചോർച്ചാ സിദ്ധാന്തം എന്ന ഹെഡിങ്ങും ദാദാബായ് നവറോജിയുടെ ചിത്രവും കാണാം. PYQ ആണ് കേട്ടോ. ദാദാബായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ദാദാബായ് നവറോജി എന്നാണ് ഉത്തരം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോകുകയായിരുന്നു, അല്ലെങ്കിൽ പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാബായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തത്തിൽ പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് പല വിധത്തിൽ, അത് സമ്മാനമായിട്ടും നികുതിയായിട്ടും പാരിതോഷികമായിട്ടൊക്കെ ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നതാണ് ഇന്ത്യ ദാരിദ്ര്യമാകാനുള്ള, അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രമാകാനുള്ള കാരണമെന്ന് ദാദാബായ് നവറോജി പറയുന്നു. ദെൻ ബംഗാൾ വിഭജനം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. ബംഗാൾ വളരെ ബ്രിട്ടീഷുകാർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു സ്ഥലമാണ് ബംഗാൾ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടുത്തെ വളക്കൂറുള്ള മണ്ണ് അല്ലെ, നല്ല കാർഷിക വിളകൾ തരുന്നൊരു ഭൂമിയാണ് ബംഗാൾ. അപ്പോൾ ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അപ്പോൾ ബ്രിട്ടീഷുകാരെപ്പോഴും ഇന്ത്യയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച നയം ഇന്ത്യക്കാരുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേ അടവ് തന്നെയാണ് അവർ ഇവിടെയും പ്രയോഗിച്ചത്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. 1904 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പറഞ്ഞ വാക്കുകളാണ് ഈ പറഞ്ഞത്. അവിടെ ബംഗാളിലെ ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നതാണ് അവരുടെ ശക്തി. അവരെ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ ശക്തി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത് ആര് പറഞ്ഞതാണ്? റിസ്ലെ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. അപ്പോൾ അവരൊരു പേടിയോടെയാണ് കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയായ കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. അപ്പോൾ ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ്. 1905 1905 വരെയാണ് മിതവാദികളുടെ കാലഘട്ടം അല്ലേ. അപ്പോൾ 1905 ബംഗാളിനെ വിഭജിക്കുന്നത്. കഴ്സൺ പ്രഭുവാണ് വിഭജിച്ചത്. ഇതെല്ലാം മുൻവർഷ ചോദ്യമാണ്. 1905 വിഭജിക്കപ്പെട്ട ബംഗാളിൻ്റെ ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, രണ്ടായിട്ട് കീറി മുറിച്ചു. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. സ്വാഭാവികമായിട്ട് എല്ലാവരും എതിർക്കും അല്ലേ, ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും അതിനെ എതിർക്കും. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. അപ്പോൾ ടാഗോറിൻ്റെ വരികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ടാഗോറിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇത് ടാഗോർ പറഞ്ഞ വാക്കുകളാണ്. ബംഗാൾ ജ്വലിക്കുന്നു. അപ്പോൾ വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കി മറിച്ചു. അപ്പോൾ ബംഗാളിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഷേധമുണ്ടായത്? അവർ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഫാക്ടുകളൊന്നുമില്ല. അവർക്കെതിരെ പ്രതിഷേധ യോഗങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. പഞ്ചസാരയുടെ വിലക്ക്, നമ്മൾ ഉപ്പ് ലംഘനം അല്ലെങ്കിൽ ഉപ്പ് കുറുക്കലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇതേപോലെ പഞ്ചസാരയുടെ ഒരു വിലക്ക് വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കുക പോലും ചെയ്യുകയുണ്ടായി. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത്രയ്ക്ക് ശക്തമായിട്ടാണ് അവരെന്ത് ചെയ്തത്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. സമരത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെൻറ്റിന് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ അവർ ബംഗാൾ വിഭജന തീരുമാനം പിൻവലിച്ചു. അടുത്ത പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട് പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. അപ്പോൾ ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം വരുന്നത്. അവിടുത്തെ നേതാക്കൾ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. നമ്മൾ പാൽ ലാൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇതിൻ്റെ പ്രധാന നേതാക്കൾ ലാൽ, പാൽ, ബാൽ കൂട്ടുകെട്ട്. ലാൽ, പാൽ, ബാൽ കൂട്ടുകെട്ട്. ആരൊക്കെയാണ് അവർ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാലാ ലജ്പത് റായ്. അവരുടെ ചിത്രമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. അപ്പം മിതവാദികളെക്കാൾ കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഒരു തീവ്ര ദേശീയവാദികളുടേതാണ്. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. അപ്പോൾ പ്രധാന വക്താവ് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത് ലോകമാന്യ എന്നാണ്. PYQ ആണ്. ലോകമാന്യ എന്ന വിശേഷണം ബാലഗംഗാധര തിലകാണ് അല്ലേ. ആ പേരിൽ ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ലോകമാന്യ എന്നുള്ളത് ബാലഗംഗാധര തിലകിൻ്റെ വിശേഷണമാണ്. അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. മറാത്തയും കേസരിയും ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ്. മറാത്തയും കേസരിയും. മറാത്ത, കേസരി. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്ത ഭാഷയിലുമാണ് ഇറങ്ങിയത് കേട്ടോ. പേരും ആ ലാംഗ്വേജുമായിട്ടൊരു ബന്ധവുമില്ല. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്ത ഭാഷയിലുമാണ് ഇറങ്ങിയത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ബാലഗംഗാധര തിലകിൻ്റെ പ്രശസ്തമായിട്ടുള്ള വാക്കാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഓക്കെ അല്ലേ. ഇനി മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് വരാം. സർവേ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. വർഷം പഠിച്ചു വെക്കുക, 1906 ധാക്ക എന്ന പ്രദേശത്തിൽ വെച്ചാണ് ഇത് രൂപം കൊള്ളുന്നത്. ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപിച്ചത്. അപ്പോൾ മുസ്ലിം ലീഗാണല്ലോ, അപ്പോൾ 2 മുസ്ലിംസാണ്. ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമാണ് 1906 ധാക്കയിൽ വെച്ച് സർവേ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ദെൻ സൂറത്ത് പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. അപ്പോൾ ബംഗാൾ വിഭജനമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും അഭിപ്രായ വ്യത്യാസത്തിലായി കേട്ടോ. മിതവാദികളും തീവ്രവാദികളും അഭിപ്രായ വ്യത്യാസത്തിൽ വന്നു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂററ്റിൽ വെച്ചാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. 1907 സൂറത്തിലെ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും സ്പ്ലിറ്റ് ചെയ്തു. ഈ ഒരു പിളർപ്പിനെ നമ്മൾ പറയുന്നത് സൂറത്ത് പിളർപ്പ് എന്നാണ്. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പഠിച്ചു വെച്ചേക്കുക. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. 1-ാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു.
അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കോൺഗ്രസ് ബ്രിട്ടനെയാണ് പിന്തുണച്ചത്. അതിൻ്റെ കാരണം ഇന്ത്യക്ക് യുദ്ധത്തിനു ശേഷം സ്വയം ഭരണം നൽകും എന്ന പ്രതീക്ഷയായിരുന്നു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ ആനി ബസന്റും ബാലഗംഗാധര തിലകും കൂടി ആരംഭിച്ചതാണ് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഈ ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയത്. ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സജീവമാക്കി നിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ്. അവിടെ പഠിച്ചു വെക്കുക, ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഇനി ആനി ബസന്റ് അവരുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ആരാണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രശസ്തയായിട്ടുള്ള, നമ്മൾ ഇനി ഒരുപാട് തവണ ഈ ഒരു പേര് കേൾക്കും, ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായ ഒരു വനിതയാണ്. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. അപ്പോൾ ഐറിഷ് വനിതയായിരുന്നു. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു കേട്ടോ. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. 1916 ഹോം റൂൾ ആരംഭിച്ചു. 1916 ഹോം റൂൾ ആരംഭിച്ചു. ആനി ബസന്റും ബാലഗംഗാധര തിലകും ചേർന്നായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കോൺഗ്രസ്സിൽ പിളർപ്പാണ് അല്ലെ. സൂററ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി ലക്നൗ സന്ധി, വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു സന്ധിയാണ് ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത്. വർഷം ഓർക്കുക, 1916, അഥവാ ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ശക്തിയായി നിൽക്കുന്ന ഒരു സമയമാണ്. സൂററ്റ് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞുപോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതുവരെ പിളർപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിഷ്ക്രിയമായി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം വരെ ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു ഊർജം പകർന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ചരിത്രം എപ്പോഴും ആ ഒരു ക്രമത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കി പഠിക്കാൻ കഴിയുക. റാങ്ക് ഫയലിലെ പോയിന്റുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കത്തില്ല. അതിനാണ് നമ്മൾ SCRT കൂടുതൽ വായിക്കേണ്ടത്. ഇതേ സെൻറ്റൻസുകൾ തന്നെയാണ് എക്സാമിന് കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം കഴിയും. അങ്ങനെ ലക്നൗ സന്ധിയിൽ 1916 ലക്നൗവിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സർവേ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. അപ്പോൾ വിവിധ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങ് ഒരുമിച്ച് കൂടി. അങ്ങനെ ഇന്ത്യ വീണ്ടും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ അടിച്ച് തകർക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അല്ലേ. സോ നമുക്ക് അടുത്ത പാഠത്തിൽ നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫുലെ, പണ്ഡിത രമാബായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. അപ്പോൾ നമ്മുടെ SCRT ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഡിഗ്രി ലെവൽ വരെയുള്ള SCRT NCRT പാഠഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിനെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സജീവമായിട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നത്, ഒരു എനർജി കിട്ടുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും പിന്തുണയായിട്ട് കൂടെ ഉണ്ടാകണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഇത് ഉപയോഗപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് നൽകുക. സോ നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.